റൂമിൽ നിറയെ അറേബ്യൻ അത്തറിൻ്റെ മണമായിരുന്നു. കുട്ടികൾക്കുള്ള കളിപ്പാട്ടങ്ങൾ അടുക്കി ഒതുക്കി വെച്ചിരിക്കുന്നു. മലർന്നു കിടക്കുന്ന മൊബൈൽ കളിക്കുന്ന അയാൾ ബാത്റൂമിൽ നിന്ന് ഷവറിൽ നിന്ന് വെള്ളം ചാടുന്ന ശബ്ദം. 2 വർഷത്തെ പ്രവാസ ജീവിതത്തിന് ശേഷം 6 മാസത്തെ ലീവിന് വന്നതാണ് അയാൾ. പെട്ടെന്ന് ഭാര്യയുടെ മൊബൈൽ ബെല്ലടിച്ചു. ബെല്ലടി കേട്ട ഭാര്യ ബാത്റൂമിൻ്റെ വാതിലിൻ്റെ പാതി തുറന്ന് അയാളോട് പറഞ്ഞു, "ഇക്ക, ആ ഫോൺ എടുക്കണ്ടട്ടോ." അവളുടെ ആ സ്വരത്തിൽ ഒരു പരിഭവം ഉണ്ടായിരുന്നു. ഇല്ലെന്ന് അയാൾ പറഞ്ഞു. മൊബൈലിൻ്റെ റിംഗ് കഴിയുന്നതുവരെ അവൾ ആ വാതിൽ അടക്കാതെ നിന്നു. മൊബൈലിൻ്റെ റിംഗ് കഴിഞ്ഞപ്പോൾ തന്നെ അവൾ വാതിലടിച്ചു കൂളി തുടർന്നു. ഭാര്യയുടെ പ്രവൃത്തിയിൽ സംശയം തോന്നിയ അയാൾ ആ മൊബൈൽ എടുത്ത് പരിശോധിച്ചു. മിസ്ഡ് കോൾ. അയാളുടെ മുഖം ചുവന്നു. മൈ ലവ് എന്ന് സേവ് ചെയ്ത നമ്പറിലേക്ക് അയാൾ തിരിച്ചു വിളിച്ചു. ഒറ്റ റിംഗിലപ്പുറത്തുള്ള ആൾ ഫോൺ എടുത്തു. "ഓ, ഭർത്താവ് വന്നപ്പോൾ നമ്മളൊക്കെ മറന്നുല്ലേ? സത്യം പറയാലോ, നിന്റെ ശബ്ദം കേൾക്കാതെ, വീഡിയോ കോളിലൂടെ നിന്റെ മുഖമൊന്ന് കാണാതെ, നിന്റെ ഒരു ഉമ്മ കിട്ടാതെ ഉറക്കം വരുന്നില്ലടാ. ഇനി 6 മാസം നിന്റെ കോന്തൻ പോകുന്നതുവരെ ഞാൻ സഹിക്കണ്ടേ? അയാൾ പുറത്തു പോകുന്നവരെങ്കിലും നിനക്ക് എൻ്റെ മുത്തിനൊന്ന് എന്നെ വിളിച്ചൂടെ?" അവൻ്റെ സംസാരം കേട്ട് അയാൾക്ക് ദേഷ്യം വന്നു. ഫോൺ കട്ട് ചെയ്തു. ഫോൺ ബെഡിലേക്ക് വലിച്ചെറിഞ്ഞു. കുളി കഴിഞ്ഞ് ഭാര്യ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അയാൾ ബെഡിൽ തലവെച്ച് കുനിഞ്ഞിരിക്കുകയായിരുന്നു. "എന്താ ഇക്ക നിങ്ങൾക്ക് പറ്റിയത്?" ഭാര്യയുടെ ആ ചോദ്യം കേട്ടതും അയാൾ ബെഡിൽ നിന്നും ചാടി എണീറ്റ് അവളുടെ മുഖത്ത് ഒറ്റയടി. പിന്നീട് അയാൾ പൊട്ടിത്തെറിച്ചു. "ആരാടി നിന്റെ മൈലാവോ? നിന്നെ കണ്ടില്ലെങ്കിൽ, നിന്റെ ശബ്ദം കേട്ടിയില്ലെങ്കിൽ അവന് ഉറക്കം വരില്ലത്രേ. നീയും കുട്ടികളും നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടിയല്ലേ ആ മലനാഴത്തിൽ കഷ്ടപ്പെടുന്നേ? ഞാൻ അയച്ചു തരുന്ന ക്യാഷ് കൊണ്ട് വെട്ടിവീങ്ങി തന്ന് കുഴപ്പ് കൂടിപ്പോയി അല്ലേ? ഇക്ക, ഞാൻ ഒന്നും പറയണ്ട, എനിക്കൊന്നും കേൾക്കുകയും വേണ്ട. ഇപ്പോൾ ഇറങ്ങണം എൻ്റെ വീട്ടിൽ നിന്ന്. 2 വർഷം കാണാതാകുമ്പോഴേക്കും സുഖം തേടി പോകുന്ന പെണ്ണിനെ എനിക്ക് ആവശ്യമില്ല. പൊയ്ക്കോ എൻ്റെ മുന്നിൽ നിന്ന്. ബാക്കി ഞാൻ വീട്ടുകാരോട് സംസാരിച്ചോളാം." എന്നാൽ അയാൾ ഇത്രയും ദേഷ്യപ്പെട്ടിട്ടും അവൾക്ക് യാതൊരു കുലുക്കവും ഉണ്ടായില്ല. അവളൊന്ന് ചിരിച്ചിട്ട് പറഞ്ഞു, "ഇതേ തെറ്റ് ഇക്ക ചെയ്താൽ ഇതേപോലെ മുഖത്തടിക്കാനും ഇവിടെ നിന്ന് ഇറങ്ങി പോകാനും പറ്റുമോ?" "ഇല്ല, കാരണം പെണ്ണ് തെറ്റ് ചെയ്താൽ അത് എല്ലാവർക്കും വലിയ സംഭവമാണ്. അവൾ വൈബിച്ചവളാ മരണം വരെ. അതേ തെറ്റ് ഒരു ആണ് ചെയ്താലോ? കുറച്ച് ദിവസം മോശക്കാരൻ, പിന്നെ എല്ലാവരും മറക്കും, ക്ഷമിക്കും. ഒരേ തെറ്റിന് 2 രീതി അല്ലേ ഇക്ക? നിന്ന് പ്രസംഗിക്കാതെ ഇറങ്ങി പോടി എൻ്റെ വീട്ടിൽ നിന്ന്. പോവാ ഇക്ക. അതിനു മുമ്പേ ആ നമ്പറിലേക്ക് ഒന്നുകൂടെ വിളിക്ക്, എന്നിട്ട് ഞാൻ പോവാം." അയാൾ ആ ദേഷ്യത്തിൽ ഫോൺ എടുത്ത് മൈ ലവ് എന്ന നമ്പറിൽ ഒന്നുകൂടെ വിളിച്ചു. സ്പീക്കറിലിട്ടു. "നമസ്കാരം അജിത് കാ." അപ്പുറത്ത് നിന്ന് ഒരു പെൺശബ്ദം. "നിങ്ങളെ ഭാര്യയുടെ കൂട്ടുകാരിയാണ്. എൻ്റെ നമ്പറാണിത്. നേരത്തെ ഫോൺ വിളിച്ചപ്പോൾ ഫോൺ എടുത്തതും നിങ്ങളോട് സംസാരിച്ചതും എൻ്റെ ഭർത്താവാണ്. നിങ്ങളുടെ ഭാര്യ സുമി പറഞ്ഞതുപോലെ എൻ്റെ ഏട്ടൻ സംസാരിച്ചതാണ്." "ഓഹോ, എന്തിനായിരുന്നു എന്നെ പൊട്ടനാക്കി ഇങ്ങനെയൊരു നാടകം?" "അതിന് ഉത്തരം പറയേണ്ടത് ഞാനല്ല, നിങ്ങളുടെ ഭാര്യയാണ്. ചോദിച്ചു നോക്കൂ." ഫോൺ കട്ട് ആക്കി അയാൾ സംശയത്തോടെ അവളെ നോക്കി. "ഇക്ക, നിങ്ങൾ 2 വർഷം അല്ല 25 വർഷം പിരിഞ്ഞാലും സുഖം തേടി പോകുന്നവളല്ല ഇക്കയുടെ ഭാര്യ." "എന്നാൽ എൻ്റെ ഇക്ക അങ്ങനെയാണോ?" അയാളുടെ തല താഴ്ന്നു. "ഇന്നലെ വൈകിട്ട് ചായ നെയ്യപ്പം തന്നിരുന്നു ഞാൻ. പുറത്തേക്കിറങ്ങിയപ്പോൾ ഫോൺ എടുക്കാൻ മറന്നു നിങ്ങൾ. ഇക്ക കൊണ്ടുവന്ന പുതിയ പർദ്ദയിട്ട് സെൽഫി എടുക്കാൻ നോക്കിയതാ ഇക്കയുടെ ഫോണിൽ ഞാൻ കണ്ടത്. എൻ്റെ ഫോണിൽ ഫോട്ടോ എടുക്കുന്നതിനേക്കാളും ക്ലാരിറ്റി ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ട് ഇക്കയുടെ ഫോൺ എടുത്തതാ. പാസ്വേഡ് ചോദിക്കാൻ വേണ്ടി ഇക്കാനെ വിളിച്ച് ചോദിക്കാൻ നിൽക്കുമ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്. നെയ്യപ്പം തിന്നപ്പോൾ കയ്യിലുണ്ടായ എണ്ണമയത്തിൽ ഫോണിലെ പാറ്റേൺ ലോക്ക് തെളിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഇക്കയുടെ ഫോണിൽ സെൽഫി എടുക്കുമ്പോൾ അതിൽ നിന്നൊരു മെസ്സേജ് വന്നു, 'ഐ മിസ് യു ചക്കരെ' എന്ന്. സംശയം തോന്നിയ ഞാൻ വാട്സപ്പും IMഉം തുറന്നു നോക്കി. ഇക്ക, എന്താ ഫോണിൽ മുഴുവൻ? ഷക്കീല മുതൽ മിയ ഖലീഫ വരെയുള്ള എല്ലാവരുടെയും ഫോൺ വീഡിയോസ്, ഫിലിപ്പൈൻസ്, ഇന്തോനേഷ്യൻസ്, മലയാളീസ് ഇവരോടൊക്കെയുള്ള വീഡിയോ കോൾസ്. യാതൊരു മടിയില്ലാതെ ഇക്ക അയച്ചു കൊടുത്ത ഇക്കയുടെ നഗ്ന ചിത്രങ്ങൾ. ഒരു ഭാര്യ കാണാൻ ആഗ്രഹിക്കാത്ത 100 കാര്യങ്ങൾ. ഇക്കയുടെ ക്യാമറയ്ക്ക് മുന്നിൽ എത്ര സ്ത്രീകൾ തുണി അയച്ചു നിന്നിട്ടുണ്ട്. അതൊക്കെ ഇക്ക നിങ്ങൾ എങ്ങനെ ആസ്വദിക്കാൻ കഴിഞ്ഞു? ഇക്കാനെ മാത്രം ഓർത്ത് ജീവിക്കുന്ന പെണ്ണ് ഇവിടെയുണ്ടെന്ന് ഇക്ക ഓർത്തോ? ഒരു പെണ്ണിനെ വളക്കാൻ നിങ്ങൾ എന്തൊക്കെ കളവാണ് പറഞ്ഞത് ഇക്ക? എൻ്റെ ഭാര്യ തളർന്നു കിടക്കാണ് തുടങ്ങിയിട്ട് വർഷങ്ങളായി. കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. എല്ലാ ഭാര്യ മറ്റൊരുത്തൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയി. കാര്യം സാധിക്കാൻ സിമ്പതി പിടിച്ചു പറ്റാൻ ചാറ്റിൽ എന്നെ വരെ ഉപേക്ഷിച്ചു. അയാൾ തലതാത്തി പതുക്കെ പറഞ്ഞു, പിടിച്ചു നിൽക്കാൻ പറ്റാഞ്ഞിട്ടാടാ. എത്ര നല്ല മനോഹരമായ മറുപടി.
പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ലത്രേ അല്ലേ ഇക്ക. ആണിനേക്കാൾ വികാരം കൊടുത്തിട്ടാണ് പെണ്ണിനെ സൃഷ്ടിച്ചുള്ളത്. എന്നിട്ട് ഞാൻ പിടിച്ചു നിൽക്കുന്നില്ലേ? ആണിനെ സൃഷ്ടിച്ച പോലെയല്ല ഇക്ക പെണ്ണിനെ സൃഷ്ടിച്ചിട്ടുള്ളത്. ഗൾഫുകാരൻ്റെ ഭാര്യ അതൊരു പദവിയാണ്. എല്ലാവർക്കും ചുവന്നു നോക്കുന്നവൾ ഗൾഫുകാരൻ്റെ ഭാര്യ. പെട്ടെന്ന് വളയുമെന്ന് ധാരണയുണ്ടല്ലോ. കല്യാണത്തിന് പോയാലും കുട്ടിനെ സ്കൂളിൽ നിന്ന് കൂട്ടാൻ പോയാലും എന്തിന് മരിച്ച വീട്ടിൽ പോയാൽ തുറച്ചു നോക്കുന്നത് ഒരു കുറവും പോലും ഉണ്ടായില്ല. എല്ലാവരും ആ കണ്ണിലേ നോക്കൂ. കാരണം എന്താ? ഭർത്താവ് ഗൾഫിലല്ലേ, ഞാനിവിടെ മുട്ടി നിൽക്കുവല്ലേ. മാറ്റിയിറങ്ങിയാൽ വൈബിയേപ്പിക്കാൻ വരുന്ന ആളുകൾക്കിടയിൽ ഒരു പുഞ്ചിരി മതി. ഇക്ക വിചാരിച്ച പോലെ ഞാനും വിചാരിച്ചാൽ 100 കണക്കിന് ആളുകൾ എൻ്റെ ബെഡിലെത്തും. പക്ഷേ കയ്യില്ല ഇക്ക. എനിക്കും മക്കൾക്കും വേണ്ടിയിട്ടാണ് ആ മരുഭൂമിയിൽ കഷ്ടപ്പെടുന്നത്. ഓർക്കുമ്പോൾ ഞങ്ങളിവിടെ ചിക്കൻ ബിരിയാണി കഴിക്കുമ്പോൾ നിങ്ങളവിടെ പരിപ്പ് കറിയും കുബൂസാണെന്ന് ഓർക്കുമ്പോൾ, കർക്കിടകത്തിൽ തോരാത്തമായ ഡിസംബറിൽ മഞ്ഞ് പെയ്യുന്ന തണുപ്പിനോ ഉറങ്ങിയോ എന്ന ചോദ്യം എന്താണ് ഡ്രസ്സ് ഇട്ടിരിക്കുന്നത്? ഹോട്ട് മെസ്സേജിനോ? എന്നെപ്പോലുള്ള വൈബിയേപ്പിക്കാൻ കഴിയില്ല ഇക്ക. കാരണം എൻ്റെ ശരീരം എൻ്റെ ഭർത്താവിന് മാത്രം അവകാശപ്പെട്ടതാണ്. പെണ്ണായിപ്പോയില്ലേ, വികാരം വരും. വികാരം വരുമ്പോൾ നിങ്ങളുടെ അലക്കാത്ത ഷർട്ട് കെട്ടിപ്പിടിച്ച് കിടക്കും. അല്ലാതെ സുഖം തേടി പോവാൻ തോന്നില്ല ഇക്ക. അങ്ങനെ പോകുന്നവർ ഉണ്ടാകും, പക്ഷേ ഞാൻ അത്രക്കാരിയല്ല. നിങ്ങൾക്ക് അത്രക്കും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ എന്നെ ഒന്ന് വിളിച്ചൂടെ? ഇക്കാക്ക് വേണ്ടതെല്ലാം ഞാൻ കാണിച്ചു തരാം, നിങ്ങളുടെ വികാരം അതിൽ ക്ഷമിക്കുകയാണെങ്കിൽ. ഇന്നലെ നിങ്ങളുടെ ഫോണിൽ നോക്കിയതിന് ശേഷം ഇക്ക എനിക്ക് ഉറക്കം വന്നിട്ടില്ല. എന്ത് ചെയ്യാനാണ്? നിങ്ങൾ ചെയ്ത അതേ തെറ്റ് ഞാൻ ചെയ്താൽ ഇക്ക എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്കറിയണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ടിട്ടാണ് കൂട്ടുകാരുടെ നമ്പർ ഞാൻ മൈ ലവ് എന്ന് സേവ് ചെയ്ത് വെച്ചത്. കൂട്ടുകാരുടെ ഭർത്താവിനെ കൊണ്ട് അതിലേക്ക് വിളിപ്പിച്ചതും. ഞാൻ ഒരാളുമായി അടുപ്പമുണ്ടാകുമെന്നറിഞ്ഞപ്പോൾ നിങ്ങൾ പൊട്ടിത്തെറിച്ച് എന്നോട് ഇവിടുന്ന് ഇറങ്ങി പോകാനൊക്കെ പറഞ്ഞല്ലോ. അപ്പം നിങ്ങളെ മാത്രം മനസ്സിൽ കൊണ്ട് നടന്ന് നിങ്ങളെ അത്രയും സ്നേഹിക്കുന്ന എനിക്ക് എത്രമാത്രം സങ്കടമുണ്ടായിരിക്കുമെന്ന് ഓർത്ത് നോക്കിക്ക. അവൾ ദീർഘശ്വാസത്തോടെ പറഞ്ഞു നിർത്തി. അവൾ എല്ലാ ഡ്രസ്സും പേക്ക് ചെയ്യാൻ തുടങ്ങി. എല്ലാം നിശബ്ദനായി കേട്ടിരുന്ന അയാളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകുന്നുണ്ടായിരുന്നു. പതിയെ അയാൾ പുറകിലൂടെ വന്ന് അവളെ കെട്ടിപ്പിടിച്ച് പറഞ്ഞു മന്ത്രിച്ചു. സോറി സുമി, എനിക്ക് തെറ്റുപറ്റി. ഇറങ്ങിപ്പോകേണ്ടത് നീയല്ല, ഞാനാണ്. നിന്നെപ്പോലൊരു ഭാര്യയെ കിട്ടിയതാ എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം. പക്ഷേ എനിക്കത് മനസ്സിലാക്കാൻ കഴിയാതെ പോയി. അവൾ പറഞ്ഞു. എൻ്റെ ഇക്ക ഇനി ഈ തെറ്റ് ആവർത്തിക്കില്ലെന്ന് വിശ്വസിക്കുന്നു. ലോകത്ത് ഒരു ഭാര്യയും ഇഷ്ടപ്പെടില്ല ഇക്ക. എൻ്റെ ഭർത്താവ് അന്യ സ്ത്രീകളോട് ചാറ്റ് ചെയ്യുന്നതും വീഡിയോ കോൾ ചെയ്യുന്നതുമൊക്കെ. ഇക്കയുടെ ഈ കണ്ണീർ കാണുമ്പോൾ ആത്മാർത്ഥതയാണെന്ന് വിശ്വസിക്കട്ടെ. നീയും മക്കളുമാണ് സത്യം. ഇനി ഇങ്ങനെ സംഭവിക്കില്ല. ആകാശത്ത് ഉരുണ്ടുമൂടിയ കാർമേഘം മഴയായി പെയ്തു. ഇരുവരും ഒരു പുഞ്ചിരിയോടെ ബെഡിലേക്ക് അമർന്നു കിടന്നു.